സുഹൃത്തുക്കളെ, സർക്കാരുമായിട്ട് ഇന്ന് 4 മണിക്ക് UN-യുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തുകയുണ്ടായി. തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ TP രാമകൃഷ്ണൻ അവർ നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. കൂടാതെ തൊഴിൽ വകുപ്പ് ലേബർ കമ്മീഷണർ ബിജു സാറും അഡീഷണൽ ലേബർ കമ്മീഷണർ തുളസീധരൻ സാറും UN-നെ പ്രതിനിധീകരിച്ച് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനും സംസ്ഥാന സെക്രട്ടറി സുദീപ് MPയും സംസ്ഥാന ട്രഷറർ ബിബിനും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി CB മുകേഷ്, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബെൽജോ ഏലിയാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുജനപാൽ എന്നിവരും പങ്കെടുത്തു. പ്രധാനമായിട്ടും ഈ യോഗം UN-യുടെ ആവശ്യങ്ങൾ കൃത്യമായി കേൾക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ശമ്പള പരിഷ്കരണം മാത്രമല്ലല്ലോ നമ്മുടെ വിഷയം. ശമ്പള പരിഷ്കരണം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഏറ്റവും താഴേക്കിടയുള്ള വിഭാഗത്തിന് ഏറ്റവും കുറഞ്ഞ വേതനം അടിസ്ഥാന ശമ്പളമായിട്ട് 20,000 രൂപ കിട്ടണം എന്നുള്ളതാണ് UN മുൻപോട്ട് വെച്ച നിർദ്ദേശം. അടിസ്ഥാന വേതനമാണ് 20,000 രൂപയായി കിട്ടണം എന്ന് നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ പുരുഷ നഴ്സുമാർക്ക് സംവരണം കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ സർക്കാരിന് മുന്നിൽ വയ്ക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, 2011 ശേഷം UN-യുടെ പിറവിക്ക് ശേഷം പുരുഷ നഴ്സുമാർക്ക് ഒരു അപ്രഖ്യാപിത നിരോധനം ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നിരോധനം നീക്കണമെന്നും ഒരു മെയിൽ നഴ്സ് സംവരണം ഈ മേഖലയിൽ കൊണ്ടുവരണമെന്നും UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഴ്സ് രോഗി അനുപാത പ്രകാരം 1:5 റേഷ്യോയിൽ വാർഡുകളിലും 1:1 റേഷ്യോയിൽ ICUകളിലും നഴ്സുമാരെ നിയമിക്കണം എന്നുള്ള ആവശ്യം UN മുൻപോട്ട് വച്ചിട്ടുണ്ട്. കൂടാതെ ബലരാമൻ കമ്മിറ്റി റിപ്പോർട്ട് സമ്പൂർണമായ തോതിൽ നടപ്പിലാക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ട് സമ്പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന് UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല ആശുപത്രികളും ഇപ്പോഴും 3 ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കാത്തതും 3 ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ പല ആശുപത്രികളും രാത്രി 11:30 മണിക്കും അതുപോലെ 12 മണിക്ക് ശേഷവും രണ്ടാമത്തെ ഷിഫ്റ്റ് ഇറങ്ങുന്നത് ഞങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി പുഷ്പഗിരി ആശുപത്രി അടക്കമുള്ള, കൂടാതെ പുഷ്പഗിരി ആശുപത്രിയും ഭാരത് ഹോസ്പിറ്റലെല്ലാം രാത്രി ഏറെ വൈകിയും കുട്ടികളെ ഷിഫ്റ്റ് ഇറക്കുന്ന കാര്യവും ഞങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ബലരാമൻ കമ്മിറ്റിയിലെ 50 നിർദ്ദേശങ്ങളും അതേപടി നടപ്പിലാക്കിയാൽ നഴ്സിംഗ് മേഖലയിലെ 80% പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നുള്ള നിർദ്ദേശവും UN മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പലപ്പോഴും ആശുപത്രി മാനേജ്മെൻറ്റുകൾ നഴ്സുമാരെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഏകീകൃതമായ രൂപത്തിൽ നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും എല്ലാ ജീവനക്കാർക്കും അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിർബന്ധമായി നൽകണമെന്നുള്ള ഒരാവശ്യം ഞങ്ങൾ സർക്കാരിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏകീകരിച്ച രീതിയിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെങ്കിൽ പലപ്പോഴും ആശുപത്രി നഴ്സുമാരടക്കമുള്ള ആശുപത്രി ജീവനക്കാർ സംഘടിക്കാൻ പ്രയാസപ്പെടുന്നത് ഇത്തരം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന ചില കള്ളക്കളികൾ മൂലമാണ് പല നഴ്സുമാരുടെയും ഭാവി തുലയുന്നത്. ട്രെയിനിങ് സമ്പ്രദായം, ഒബ്സർവർ എന്ന് മറ്റ് കാറ്റഗറികളുള്ള മുഴുവൻ കാര്യങ്ങളും അടിയന്തിരമായി നിർത്തലാക്കണമെന്ന് UN മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലപ്പോഴും ആശുപത്രികൾ ട്രെയിനികളുടെ കാര്യത്തിൽ ട്രെയിനികൾക്ക് കൂടുതൽ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള പഠനത്തിന് ശേഷവും ട്രെയിനിങ് എന്ന് പറയുന്ന സമ്പ്രദായം ഈ മേഖലയിൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് നിലപാട് വളരെ വ്യക്തമായി സുവ്യക്തമായി സർക്കാരിനോട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കണമെന്നും ഈ ശമ്പള പരിഷ്കരണത്തിൽ ആ സംഗതി എടുത്ത് ഒഴിവാക്കണമെന്നുള്ള ആവശ്യവും ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പല ആശുപത്രികളും വാഷിംഗ് അലവൻസ് എന്നുള്ള പേരിൽ മറ്റു പേരിലും നടത്തുന്ന ആശുപത്രി ശമ്പളത്തിൽ നിന്നും കട്ടിങ്ങുകൾ അടിയന്തരമായി അവസാനിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പലപ്പോഴും ആശുപത്രികൾ കട്ടിങ്ങുകൾ നടത്തിക്കൊണ്ടാണ് പലപ്പോഴും ശമ്പളം വെട്ടിക്കുറയ്ക്കാനുള്ള
കാരണങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കട്ടിങ്ങുകൾ അടിയന്തരമായി നിർത്തിക്കൊണ്ട് പൂർണ്ണമായ തോതിൽ എത്രയാണോ പ്രഖ്യാപിക്കുന്നത് അടിസ്ഥാനത്തിൽ ശമ്പളത്തിനൊപ്പം DAയും മറ്റ് അലവൻസുകളും എല്ലാം ചേർത്തുകൊണ്ട് എത്രയാണോ അവസാനം കിട്ടേണ്ട രൂപ ആ രൂപ നഴ്സുമാരുടെ കയ്യിൽ കിട്ടണം, അത് ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, സർക്കാർ പ്രഖ്യാപിച്ചാൽ നൽകാമെന്ന് മാനേജ്മെൻറ്റുകൾ പറയുന്നുണ്ടെങ്കിലും പല ആശുപത്രികളും ഇത് പ്രഖ്യാപിച്ചാൽ കോടതിയിൽ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഇരിക്കെ വളരെ ശക്തമാണ് ഇന്ന് കേരളത്തിലെ UNA എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. UNAയുടെ യൂണിറ്റ് ഇല്ലാത്ത ആശുപത്രികൾ ഇന്ന് കേരളത്തിൽ വളരെ വിരളമാണ്. പലപ്പോഴും ഇന്ന് പോലും പല യൂണിറ്റുകളും UNAയുടെ കീഴിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതി എന്നുള്ള ഉമ്മാക്കി കാട്ടിക്കൊണ്ട് ഏതെങ്കിലും മാനേജ്മെൻറ്റ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നടത്തും എന്നുള്ള കാര്യവും ഞങ്ങൾ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. കാരണം സ്വകാര്യ ആശുപത്രി മേഖലയെ കൂച്ചുവിലം കിടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃത്യമായിട്ട് ഞങ്ങൾ മാനേജ്മെൻറ്റുകളോടും ഇപ്പോൾ പ്രതികാര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പലപ്പോഴും ഡോക്ടർമാരുടെ അല്ലെങ്കിൽ മറ്റാളുടെ എടുത്തുന്ന പിഴവ് പോലും നഴ്സുമാരുടെ ചുമലിൽ പെടുത്തുന്ന അശ്വിനി ആശുപത്രികൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലത്തെ പല നടപടികളും പല ആശുപത്രികളും നടക്കുന്നുണ്ട്. ഈ ആശുപത്രികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് UNA ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ പരിപൂർണമായിട്ടും ഈ കാര്യങ്ങളിൽ നിന്ന് എല്ലാം മോചനമുണ്ടായാലേ ഈ വിഷയം കൊണ്ട് അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം കൊണ്ട് പോലും കൃത്യമായിട്ടുള്ള ഗുണം നഴ്സിംഗ് സമൂഹത്തിന് ഉണ്ടാകൂ എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ, മന്ത്രിയെ ബോധ്യപ്പെടുത്താൻ UNAക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇന്നുണ്ടായ ഏക വിജയം. അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മന്ത്രി പ്രതികരിച്ചില്ലെങ്കിലും വളരെ കൃത്യമായി UNAയുടെ വാദങ്ങളെ അദ്ദേഹം കേട്ടു എന്നതും ജൂലൈ 20 അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, പലപ്പോഴും സംസാരിക്കാൻ വളരെയധികം അദ്ദേഹം പ്രയാസപ്പെടുന്നുണ്ട്. എന്നാലും അദ്ദേഹം ആ സമയമെല്ലാം എടുത്ത് പരമാവധി UNAയുടെ കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി എന്നുള്ളത് തന്നെ വലിയ പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. മാത്രമല്ല ജൂലൈ 20 UNA ഒരു ചർച്ച വളരെ നീണ്ടുപോയി എന്നുള്ള UNAയുടെ അഭ്യർത്ഥന അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജൂലൈ 10 ഈ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പലരുടെയും സംശയം സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള സമരങ്ങൾ അട്ടിമറിക്കാനാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരു സംശയമുണ്ട്. UNA പ്രഖ്യാപിച്ച സമര പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടന UNA എടുത്ത നിലപാടുന്ന ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ത്യൻ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് തയ്യാറില്ല. കാരണം സർക്കാരിൻ്റെ പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. സർക്കാർ പ്രഖ്യാപിച്ചാലും അത് ഗവൺമെൻറ് ഓർഡറായി ഇറങ്ങാൻ വീണ്ടും സമയമെടുക്കുമെന്നിരിക്കെ പ്രക്ഷോഭ പരിപാടികൾ അവസാനിപ്പിക്കുന്നതിനെ പറ്റി UNA തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം സമര പ്രക്ഷോഭ പരിപാടികളുമായിട്ട് UNA മുൻപോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട, ആർക്കും സംശയിക്കുകയും വേണ്ട. കാരണം ഇനിയൊരു പിന്മടക്കം ഇല്ല എന്നുള്ള കാര്യം UNA വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ജനുവരി മാസം മുതൽ UNA നടത്തിയ പ്രക്ഷോഭ പരിപാടികളുടെ അനന്തരഫലമാണ് ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങളും കാര്യങ്ങളും. UNA വളരെ കൃത്യമായിട്ട് കേരളത്തിൽ നഴ്സസ് ഡേയുടെ അന്ന് ജൂലൈ 10 മുതൽ സമരം പ്രഖ്യാപിക്കുന്നവരെ കേരളത്തിൽ മറ്റൊരു സംഘടന സമരം പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞങ്ങൾ മറ്റൊരു സംഘടനയെ കുറ്റം പറയാനോ മറ്റൊരു ആളുകളെ കുറ്റം പറയാനോ ഒന്നും ഞങ്ങളില്ല. കാരണം വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ എതിരാളികൾ കേരളത്തിലെ മതസാമുദായിക മേലങ്കിയണഞ്ഞ ആശുപത്രികളും കോർപ്പറേറ്റ് ആശുപത്രികളുമാണ് എന്നുള്ള തിരിച്ചറിവ് വളരെ കൃത്യമായി ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓരോ നീക്കവും അവർക്കെതിരെയായിരിക്കും. അവർ ഓരോ സമയത്തും ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു പിഴവിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പിഴവ് മറികടക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. കൃത്യമായ അടിത്തറയുള്ളൊരു സംഘടനയാണ് UNA. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ 14 ദിവസത്തോളമായിട്ട് UNA പ്രക്ഷോഭ പരിപാടികൾ നടത്തിയിട്ട് എല്ലാ പൊതുസ്ഥലങ്ങളിലും നഴ്സുമാരുടെ സാന്നിധ്യം കൊണ്ട് നിറയുന്നത്. ലോകാടിസ്ഥാനത്തിൽ പ്രവാസി നഴ്സിംഗ് സമൂഹവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ പോലും UNAയുടെ പേരിൽ കൃത്യമായിട്ടുള്ള പിന്തുണ അർപ്പിക്കുന്നതും UNAയുടെ നിലപാടിൻ്റെ വിജയമാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്, UNAയും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് ഇതിൽ നിന്ന് 1 ഇഞ്ച് പോട്ടും ഞങ്ങൾ പുറകോട്ടില്ല എന്നുള്ള
സന്ദേശം ഞങ്ങൾ അധികാരികൾക്കും അതുപോലെ തന്നെ മുതലാളിത്ത മാനേജ്മെൻറ്റുകൾക്കും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. പല പത്രം കത്തോലിക്ക സഭയുടെ പത്രങ്ങളിലടക്കം ഞങ്ങളെ വിമർശിച്ചുകൊണ്ടും ഞങ്ങൾക്കെതിരായിട്ടും പോസ്റ്റുകൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരോടൊന്നും ഞങ്ങൾ മറുപടി പറയാത്തത്. അത്തരം ഗീർവാണം അടിക്കുന്നവർക്കൊന്നും മറുപടി പറയാൻ ഞങ്ങൾ ആളുകളല്ല. കാരണം ഞങ്ങളുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയുള്ള സമരം മാത്രമാണ്. പിന്നെ UN ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ മറ്റുള്ളവരെ കോപ്പി അടിക്കുകയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ശുംഭന്മാരോടും ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം UN എതിർക്കുന്നവർ മാനേജ്മെൻറ്റുകളായാലും മാനേജ്മെൻറ്റ് വാലാട്ടികളായാലും അത് നടത്തട്ടെ, അത് തുടരട്ടെ. കാരണം എന്നും പ്രവർത്തനത്തിലൂടെയും ഞങ്ങളുടെ നിലപാടുകളുടെയും പിന്തുണ നേടിയെടുത്തവരാണ് ഞങ്ങൾ. ആ പിന്തുണയും ആ നിലപാടും ഒട്ടും വീര്യം കുറയാതെ ഞങ്ങൾ അതുമായി രംഗത്തുണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചർച്ച വളരെ പോസിറ്റീവായി കാണാനാണ് എന്നും UN ആഗ്രഹം. പ്രത്യേകിച്ച് ഇന്നത്തെ ചർച്ച വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ ഓരോ നിലപാടും എന്തുകൊണ്ട് ഞങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ എടുക്കുന്നു, നഴ്സുമാർ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളതിനെക്കുറിച്ച് മന്ത്രി ബോധവാനാണെങ്കിലും ഞങ്ങൾ അതിനെ കൃത്യമായി റാഷണൽ പറഞ്ഞുകൊണ്ട് തന്നെ, അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ആയി എന്നുള്ള ഒരു ചിന്താഗതി ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല ലേബർ കമ്മീഷൻ അടക്കം വളരെ പോസിറ്റീവായ UN മൂവ്മെൻറ്റുകളെ കണ്ടത് എന്നുള്ളതും അഭിനന്ദനാർഹമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇന്നിപ്പോൾ കർദിനാൾ മാർ ആലഞ്ചേരി അടക്കമുള്ളവർ നഴ്സിംഗ് സമൂഹത്തിന് മാന്യമായിട്ടുള്ള ആനുകൂല്യം ലഭിക്കണമെന്നും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാതെ വേണ്ട എന്ന് പറഞ്ഞതിനൊക്കെ വളരെ സുവ്യക്തമായി UN വളരെ ഹൃദയം തുറന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അത്തരം വാദങ്ങളെ സ്വീകരിക്കുകയാണ്. കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിനോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പുകൾക്കോ ഞങ്ങൾ എതിരല്ല. അവരുടെ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാൻ പോകുന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഈ ചൂഷണം അവസാനിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം ഞങ്ങൾക്കുള്ളൂ, ഒറ്റ നിലപാടേ ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഈ നാടിന് മുഴുവൻ നന്നാക്കാനോ അല്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും തിരുത്താനോ ഞങ്ങൾക്ക് സാധിക്കുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അതല്ല ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഞങ്ങളുടെ സമൂഹത്തിൻ്റെ സമഗ്രമായിട്ടുള്ള മാറ്റം, അവർക്ക് ഈ മണ്ണിൽ 100% ജീവിക്കാനുള്ള അർഹത അത് മറ്റേതൊരു പ്രൊഫഷനെ പോലെ ഈ മേഖലയിലുള്ളവർക്ക് ലഭിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് UNAക്കുള്ളത്. കാരണം ഇതൊരു ടീം വർക്കാണ്. ഇതൊരിക്കലും വ്യക്തിപരമായി ജാസ്മിൻ ഷാ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ 1-2 ആളുകളോ എടുക്കുന്ന തീരുമാനം, ഇതൊരു കൂട്ടായ തീരുമാനം, കൂട്ടായ പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെയാണ് UNAക്ക് ഇന്ന് ലോകത്ത് ഇത്രയധികം സ്വാധീനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ പല സുഹൃത്തുക്കളും എന്നോട് സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യം വിദേശത്തു നിന്ന് പോലും ചോദിക്കാറുണ്ട്. അവരോടും ഞാൻ പറയുന്നത്, ഇത് സഹായിക്കുക എന്നുള്ളതൊക്കെ ഞങ്ങൾ ഒരിക്കലും ഒരാളോടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം മുതലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇത് വേണം അത് വേണം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതൊക്കെ എൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യമല്ല, അത് സംസ്ഥാന ട്രഷററുടെ ചുമതലപ്പെട്ട കാര്യമാണ്. അത് സംസ്ഥാന ട്രഷറർ ബിബിനൻ പോളാണ്. അദ്ദേഹവുമായി നിങ്ങൾ ഓരോരുത്തരും ബന്ധപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഈ സമരവും മുന്നേറ്റവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് നിങ്ങളോട് പറഞ്ഞ ചരിത്രപരമായ സമരമാണ് ഇന്ന് കേരളത്തിലെ നഴ്സിംഗ് സമൂഹം നടത്തുന്നത്. എല്ലാവരും UNAക്ക് കീഴിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു സൈനാണ്, അല്ലെങ്കിൽ ഒരു സൂചനയാണ് നൽകുന്നത്. നമ്മുടെ ഈ ഐക്യം ഇനിയുള്ള തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാവണം. നമ്മൾക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായി കഴിഞ്ഞാൽ ചരിത്രത്തിൽ അല്ലെങ്കിൽ നാളെയുടെ നാളുകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ മേഖലയ്ക്ക് സാധിക്കും. അടിമത്തം വലിച്ചെറിഞ്ഞ ഒരു സമൂഹത്തിന് പുത്തനാശകളുടെ പ്രതീക്ഷകളുടെ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പോരാട്ടം അത് വിജയത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ജൂലൈ 11 നമ്മൾ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന മുന്നേറ്റം ചിലപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സംഭവമായി മാറും. ആ സമരം വിജയിപ്പിക്കാനുള്ള നടപടികളുമായിട്ട് അതിൻ്റെ പ്രചാരണ പരിപാടികളുമായിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രം. കൃത്യമായി വിജയത്തിൻ്റെ വക്കിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇന്ന് UNAയുടെ പ്രവർത്തകരിലുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കൂടി കൊണ്ടാണ് ഇത്രയധികം പിന്തുണ ലഭിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കട്ടെ. പിന്നെ മാധ്യമങ്ങൾക്കെതിരെ പ്രചാരണം നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കാരണം മിക്ക മാധ്യമങ്ങളും അവരാൽ കഴിയുന്ന വിധത്തിൽ
നമ്മളെ സഹകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനെ സഹായിക്കാതിരിക്കുന്നുണ്ട്, അവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. വീണ്ടും ഒരിക്കൽ കൂടി കലവറയില്ലാത്ത പിന്തുണ തരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദിയുടെ വാക്ക് ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ പറയുന്നു. നന്ദി സുഹൃത്തുക്കളെ. ജയ് ജയ് UNA.